സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ,
ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ, തൂകണമേ ജഗദീശാ, തൂകണമേ ജഗദീശാ. ശാന്തിയരുളുക നാഥാ, നിത്യശാ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ, ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ, ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യ
ശാന്തി അരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. ശാന്തി അരുളുക നാഥാ, നിത്യശാന്തി അരുളുക നീ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. എല്ലാം പൊറുത്തരുളുന്നവനേ, ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു. നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു.
നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എളിയോരൻ ജീവനെ കാത്തിടുവാൻ ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ.
ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥ,
എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. എല്ലാം പൊറുത്തരുളുന്നവനേ, ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു. നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു. നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ. എളിയോരൻ ജീവനെ കാത്തിടുവാൻ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ
സ്വർഗം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. കരുണയുടെ കർത്താവേ, കരുണയോടെ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്തു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധിനാള് കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തു വലം പാകേ. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യമിരുന്നിൽ ചേർക്കണം. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാരണനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായേ, മൃതരാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എന്നെ വിളിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുവർഗനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. ഉന്നതനൃപ്പനാം യേശുനാഥ, എല്ലാരും നിന്നെ വിളങ്ങും വദനമരുളയാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. ും
മിന്നി വിളങ്ങും വചനമുഴുവനായി വരമരുളേണം. അന്യമേളാത്തോരവികരമോദം നുകരാൻ മൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതകൃപയാം മിശിഹാനാഥാ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വചനമുഴുവനായി വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ട് പാപമോചനം എന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവോദ്യവനായകമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവ്, ആ ശബ്ദമയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ നീതി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥന ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിലനിർവഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ. ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ,
കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ, തൂകണമേ ജഗദീശാ, തൂകണമേ ജഗദീശാ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥാ കേട്ടരുളേണം, നാഥാ കേട്ടരുളേണം, നാഥാ കേട്ടരുളേണം. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ദീനനാമെൻ്റെ അപേക്ഷ
അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. എല്ലാം പൊറുത്തരുളുന്നവനേ, ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന് രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ. എളിയോരൻ ജീവനെ കാത്തിടുവാൻ ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ. എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ. മാമകമാലിന്യമാകെ കഴുകി നീ പാപക്കറ നീക്കി. സിസ്റ്റേഴ്സ്, പഞ്ചായത്ത് പ്രസിഡന്റ്
കുടുംബാംഗങ്ങളുടെ വാഹനങ്ങളെ ഈ പിതാവിന്റെ വേർപാടുകൾക്കാരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനാശോധനകൾ ചെയ്യുകയാണ്. സൃഷ്ടിനായ ദൈവം ഈ കുടുംബാംഗങ്ങളെ ഗ്രഹിക്കട്ടെ നാം പ്രാർത്ഥിക്കാം. സംഗീതമായ ദൈവമേ, പാവമോചനത്തിനായി പരികീർണാസ്വദിക്കണമേ. ഈ ജലതാജ്ഞകളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഹൃത്തുക്കളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാവമോചനത്തിനുമായ സത്യത്തിരികൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുകയും കാലത്തെ പുകഴ്ത്തുകയും അങ്ങേയത്തിന് ഗുണമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മരിച്ച ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവരുടെ അനുഗ്രഹമുണ്ടായിരിക്കും. മരിച്ച ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാം ഈ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. കരുണയാലെ സൃഷ്ടിക്കുകയും നീതിയാൽ മനുഷ്യരാക്കുകയും ഏർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നാളെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആശ്രയമഖിലമണയ്ക്കുന്നു മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ.
വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേലും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ഒന്നാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 20 വരെ കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആനന്ദാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാന്തത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ നിരപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശംസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുവിശേഷം അധ്യായം 24 മുതൽ എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ബുദ്ധിയിലാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവനുള്ളമായ പിതാവ് തന്റെ പുത്രനെയും ജീവനുള്ളമാക്കിയിരിക്കുന്നു. മനുഷ്യനായതുകൊണ്ട് വിവരത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിന് സ്നേഹിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കടലിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർത്തിനും തിന്മ ചെയ്തവർ വിജയത്തിനുമായി പുറത്തു വരും. ഈ ലോകത്ത് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിലോകത്ത് സുരക്ഷിതമായി ഇരിക്കുവാൻ നിന്റെ പരിശുദ്ധ നിലക്കാലം നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യങ്ങളെ എത്തിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും ക്ഷമിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവകാശിയാക്കി ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണീർ ചെല്ലിയ മുഖ്യായെ കരയുന്നവരുടെ കണ്ണീർ തെളിക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നവരുമായ മുഖ്യായെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളെ കുർബാന നടത്തുകയും ആശ്വസിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസപ്രമാണം സുരക്ഷിതനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. ഇത് പുതിയമായ ദൈവത്തിന്റെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മണ്ഡലത്തെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മരണം വരുമൊരു നാളോർക്കുക മധ്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മധ്യാനി എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങി മറി നിറകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടികൾ പോയ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ധ്യാനത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കുമാറാകട്ടെ. സമയമാണ്. കുർബാന എല്ലാവരും എല്ലാവരും
വഴിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സ്ത്രീകൾ സ്നേഹവും അറിയിക്കുന്നു. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ ുമിടത്തിൽ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകരുളിക കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ. പാപിയാം ഞാൻ കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ കർത്താവേ എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥ
എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമേ നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 3/4 മണിക്കൂർ നേരത്തെ നമ്മുടെ ആരുടെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. തമ്പുരാന്റെ പദ്ധതി നമുക്കറിയപ്പെടുന്നു. ഈ കാര്യങ്ങളെ കാണിക്കുക നമുക്കൊരു ലളിതമാണ്. കാണാതെ കാക്കാം എന്ന് പ്രാർത്ഥന. ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
ഒന്നും സംഭവിച്ചിട്ടില്ല. മക്കളുടെ കാര്യങ്ങളൊക്കെ കർത്താവ് ഒരുക്കുകയാണ്. ഒതുങ്ങി ചെയ്യാൻ കർത്താവിന്റെ സന്നിധി സുരക്ഷിതരായ കാര്യം. ഈ ഗോവിന്ദചേട്ടന്റെ സ്വർഗീയാത്രയിൽ എന്നും ഉറപ്പിക്കത്തക്കവണ്ണം എല്ലാവരും ഭയപ്പെട്ടു പോയി. മനുഷ്യ സ്വരത നമുക്ക് ആ ഭയങ്ങളെയും വിഷമങ്ങളെയും തങ്ങളുടെ ചേർത്തുവെക്ക ഈ പള്ളിയിൽ നിറയെ ആൾക്കാരായിരുന്നു. ഒരു ബോർഡ് പോലും കൂടാതെ കർത്താവ് നമ്മുടെ എല്ലാവരെയും പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കാട്ടുന്ന കാര്യം നമുക്ക് നമ്മളുടെ സംബന്ധിച്ചു ഈ കർമ്മങ്ങൾക്ക് എല്ലാവരെയും നമ്മളെ സംബന്ധിച്ചു. പ്രിയപ്പെട്ട ഭരണഘടനയിൽ ഈ കാര്യം നയിച്ച പ്രിയപ്പെട്ട പ്രത്യക്ഷനെയും സുസ്മാനെയും നിങ്ങൾ ഓരോരുത്തരെയും ശരി സമർപ്പിക്കും. ഈ കാര്യത്തിൽ വിഷയം പ്രാർത്ഥനാപൂർവം വന്നു നമ്മളെ ശ്രമിക്കും എന്നുള്ളത് നമുക്ക് ഈ മന്ദിരത്തിന്റെ അവസാനത്തിലേക്ക് വരാം. എല്ലാ കർമ്മങ്ങളും പള്ളിയിൽ തന്നെയായിരുന്നു. സംസ്കാരങ്ങൾ മാത്രമേ സ്ഥലത്തേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ ഉന്നയിച്ചപ്പെട്ട വിശുപ്രധാനം ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പെരുവട്ടം പള്ളിയിലും വിശുപ്രധാനം ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സന്നിധി ഈ തറവാട്ട് പ്രിയപ്പെട്ട രാവിലെ സംബന്ധിച്ചു സംസ്കാരങ്ങളുടെ എല്ലാ ഭാഗം അവരിൽ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അടുക്കും ശരണം വരുക. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. ശബ്ദമുയർത്തുമ്പോൾ കല്ലറകൾ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലാണ് നിൽക്കും. അഭയം കുരിശിൽ കണ്ടാൽ അവസാനം വിധിയുടെ നാട് കൈവറുവാണെന്നോ. ആശോദിച്ചു മേഘത്തെ നാഥരെഴുന്നള്ളും മുതലവിളിക്കും ജീവനവർക്കേതോ. ശരീരമറിയവരും പ്രിയരേങ്ങൾ കരയദേശം പുനരുദ്ധാനം നൽകാമല്ലോ. ആദിമുതലേക്കും ഈശ്വരാധ മരണമുയരുന്നു. കൈകളിലല്ലോ നൽകുന്നു. ജീവിതം
കർത്താവേ, വാത്സല്യപർവ്വതങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപർവ്വതങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ മരണം ധീരാക്കുകയും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങൾ നീ മോഹമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് ഉദാസകളാൽ എന്റെ ആത്മാവിൽ കൃപാവരച്ചുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാഠകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്ക് തന്നെ അവരുടെ ധർമ്മവും പൂർത്തിയാക്കുകയാണ്. അന്തിച്ചുള്ള മറ്റു കാര്യങ്ങളും വെച്ച് പറ്റുന്നതോടെ പൂർണ്ണമാവുന്ന ഉപയോഗത്തിലേക്ക് നമുക്ക് ഈ സമയം വിശാലമായി ഇരിക്കുക. അന്ത്യകർമ്മങ്ങളൊക്കെ സംസ്കരിക്കുകയും പ്രാർത്ഥനയിലെ പ്രാർത്ഥനശേഷം സംസ്കാരങ്ങൾക്ക് താഴേക്ക് പോകും. എല്ലാവരും പഴയ കാര്യം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. പുൽക്കൊടി പോലെ ജീവിതമേ കൊത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. ഉദ്ധാനത്തിൻ സ്വർഗം തന്നെ ദൂതകളൊക്കെ യാചിക്കുന്നു. ഈ ശരീരത്തിന് നിന്റെ നീ വിശുദ്ധീകരിക്കണമേ. ശിവന്റെയും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും സ്വഭാവനെ എടുക്കുക. ഞാൻ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകാൻ ഞാൻ മഞ്ഞിനേക്കാൾ കരുണയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം കുരിശുവഴിയായി രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യമേക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനീ പൊടിയിലേക്ക് നിലവിലൂടെ അവസാന ദിവസം തന്നെ വളർന്നവർക്ക് വരാകട്ടെ. ദൈവത്തിനായ സമന്വയെ സഹായിക്കട്ടെ. ശിവന്റെയും ലോകത്തിന്റെയും നാമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും മനുഷ്യാനീ പൊടിയിൽ മടങ്ങി ഓർത്തുകൊള്ളുകയും ചെയ്യണമേ. എല്ലാവരും എന്റെ കർത്താവേ, കർത്താവേ
പരിശുദ്ധൻ സർവേശ നീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്തൻ പരിശുദ്ധൻ നിൻ കൃപയങ്ങൾ കേൾക്കണമേ. ശുദ്ധീകരിക്കണമേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സഹോദരനെ സ്തുതിക്കുവാൻ ഒരേ യോഗ്യരാകണമേ. ജീവനെ കണ്ടതിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായിരിക്കും. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ഉദാഹരണപ്രദേശോടെ ഏർപ്പിക്കണമേ. ജീവനെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശരീരത്തിന്റെ അനുഗ്രഹിക്കുകയും ഈ സംസ്കാരങ്ങൾ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.